ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില വാർത്തകൾ, അതായത് നമ്മുടെ വയനാട് ദുരന്ത ഭൂമിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടൻ യൂണിഫോമിലാണ് ആ പ്രദേശത്ത് ചെന്നത്. അതായത് ലാലേട്ടൻ ഒരു കേണൽ പദവിയിലിരിക്കുന്ന ഒരാളാണെന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കേന്ദ്രം കേണൽ പദവി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇതുപോലെ ദുരന്തം നടന്നിട്ടുള്ള 2-3 സ്ഥലങ്ങളിൽ ലാലേട്ടൻ ഈ യൂണിഫോമിന്റെ ഡ്രസ്സിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോകാൻ പാടില്ല. കാരണം നമുക്കിപ്പം അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാനല്ല എന്ന് ഞാൻ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെകുത്താന്റെ വീഡിയോകൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം ചെകുത്താന്റെ വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുമുണ്ട്. സിനിമാപരമായിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം. ഇപ്പൊ മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും സുരേഷ് ഗോപി ആയാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആ സിനിമയെ നമുക്ക് ആ സിനിമയുടെ രീതിയിൽ വിമർശിക്കുന്നതൊക്കെ. പക്ഷെ ഒരു വ്യക്തി ആ ഒരു ദുരന്ത ഭൂമിയിലെത്തി അവിടെ അദ്ദേഹം 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി. അതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം ഇവരുടെ ഒരു ഫൗണ്ടേഷൻ വഴി അതായത് ഒരു 3 കോടി രൂപയോളം അതിൻ്റെ ഒരു സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ മഹാനടനുള്ള മമ്മൂക്ക, ദുൽഖർ, അങ്ങനെ എണ്ണിപ്പറയുന്ന എല്ലാ നടന്മാരും വയനാട്ടിലെ ദുരന്തം അനുഭവപ്പെട്ട ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കാശ് നൽകിയിട്ടുണ്ട്. തമിഴ് നടന്മാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പണം നൽകി സഹായിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയ സമയത്ത് അവിടെ നിന്നും മേജർ രവിയും മോഹൻലാലും കൂടെ സെൽഫി എടുത്തു എന്നുള്ള ഒരു വിഷയം വെച്ചുകൊണ്ടാണ് ഈ ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ദുരന്ത ഭൂമിയിൽ ആ ഭൂമിക്കടിയിൽ ആരൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇനിയും 150ഓളം വരുന്ന ആൾക്കാരെ അവിടുന്ന് കണ്ടുകിട്ടാനുണ്ട്. അപ്പം അതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് സെൽഫി എടുത്തത്. സത്യത്തിൽ മോഹൻലാൽ സെൽഫി എടുത്തിട്ടില്ല. പക്ഷെ ആ സെൽഫി എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേജിലൂടെയും ഈ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓരോ സെലിബ്രിറ്റിയും അവർ ചെയ്യുമ്പോൾ കുറച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യണം എന്ന് മാത്രമാണ് എന്റെ ഇതിനകത്തുള്ള ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോ ഈ ചെകുത്താൻ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ചെകുത്താനെ പോലീസ് അന്വേഷിക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പലതവണ ഒരുപാട് പരാതികൾക്കിടയാക്കിയ ഒരു പ്രൊഫൈലാണ്. ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ? ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിര് കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെകുത്താൻ. അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും പല അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു. എന്താണ് മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജു അലക്സ് ചോദിച്ചിരുന്നത്. ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോയ്ക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സൈന്യത്തെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ആ സിനിമ കൊള്ളത്തില്ലാന്ന രീതിയിൽ വിമർശിക്കാം. ഞാൻ നല്ലൊരു ഒന്നാന്തരം മമ്മൂട്ടി ആരാധകനാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടിയുടെ സിനിമകൾ കണ്ടിട്ട് നല്ല സിനിമകളാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, മോശം സിനിമകളെ മോശവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും, നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. എന്തായാലും ഈ ചെകുത്താന്റെ വീഡിയോസും ഇതിനു മുമ്പും ഇദ്ദേഹത്തിന്റെ ചില വീഡിയോ ചെയ്യാറ്. കാരണം ഈ മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് വീഡിയോ. ഇപ്പം നമ്മുടെ അശ്വന്ത് കോക്ക് നല്ല സിനിമകളെയൊക്കെ മോശം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാ. അത് നമ്മൾ മനസ്സിലാക്കണം. അശ്വന്ത് കോക്കിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കാതോർത്തിരിക്കും, അദ്ദേഹത്തിന്റെ റിവ്യൂ കേൾക്കാൻ വേണ്ടി. ആ റിവ്യൂ കണ്ടിട്ട് വേണം പടത്തിന് പോകാൻ. അപ്പൊ പല മോശം സിനിമകൾക്കും നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അതിനെയൊക്കെ ഈ പറഞ്ഞ ചെകുത്താനും വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെകുത്താൻ സിനിമ കാണാത്ത ഒരു വ്യക്തിയാണ്. ചില സിനിമകൾ മാത്രമേ അദ്ദേഹം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കൊടുക്കുന്ന സിനിമകൾ കണ്ടിട്ടായിരിക്കും ഇതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂമായിട്ട് സാധാരണ വരാറുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും
ലാലേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ആ ഒരു വീഡിയോ ഉടനീളം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരുപാട് വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ അതിര് കടന്ന് സംസാരിച്ചെടുപ്പോൾ അതിന്റെ പേരിലാണ് ചെകുത്താനെതിരെ ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുക്കുന്ന കൂട്ടത്തിൽ ആ വയനാട് ദുരന്ത ഭൂമിയിൽ മരിച്ചു വീണ ഓരോരുത്തരെയും കുറിച്ചിട്ട് ചില പരമനാറികൾ പല തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ചെയ്തിരുന്നു. അവരെയും കൂടെ ദയവ് ചെയ്തൊന്ന് കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം.